ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ചക്കപ്പാട മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും സിമ്പിളുമായി നമുക്ക് ചക്കപ്പാട മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചക്കയുടെ പാട ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ കട്ടിയുള്ള വശം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചക്കയുടെ പാട ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇരുമ്പുചട്ടി വെച്ചെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് സവാളയാണ്. ഒരു സവാള എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്. അതിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കപ്പാട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടതൊരു 3 പച്ചമുളകാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെയാണ്. ഉപ്പ് കൂടെ ചേർത്തെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്കപ്പാട മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു മെഴുക്ക് പുരട്ടിയാണ്. ചക്ക എടുത്തിട്ട് നമ്മൾ ഈ പാടയൊക്കെ എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ ചക്കപ്പാട കൊണ്ട് ഇതുപോലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.